ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. നമ്മളുടെ പഴയ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഒരു എലക്ഷൻ കഴിയുന്നത് വരെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും 22,000 മുതൽ ഒരു 22,800 വരെയുള്ള ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് കൺസോളിഡേഷൻ നടക്കുക എന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒക്കെ തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച എക്സ്പയറി ഡേയുടെ അന്ന് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ട് ഒരു മേജർ സപ്പോർട്ട് ഇവിടെ ഞാൻ ഈ റൗണ്ട് ഇട്ടത് വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു മെയിൻ റെസിസ്റ്റന്റ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു സ്ട്രെങ്ത് ക്യാൻഡിലോടെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആണ്. മാർക്കറ്റിൽ പലരും എക്സ്പെക്ട് ചെയ്യുന്നത് 23,500 ഒക്കെയാണ് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ആ എക്സ്പെക്റ്റേഷൻ ഒക്കെ തെറ്റിച്ചുകൊണ്ട് ആ ബ്രേക്ക് ഔട്ട് നടന്ന അന്ന് മാത്രമേ ഒരു ഒരു അപ് ട്രെൻഡ് വന്നു. ബാക്കിയുള്ള 4 ദിവസം മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു റിവേഴ്സൽ ആയിട്ടാണ് നമുക്ക് പാറ്റേൺ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലേക്ക് പോയിട്ട് റിവേഴ്സ് ആയിട്ട് ഒരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിവേ നമുക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് റിസൾട്ട് വരുന്നത് വരെ ഈ ഒരു മൂവ്മെൻറ്റ് തന്നെയായിരിക്കും നമുക്ക് ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. മാർക്കറ്റ് ആ റേഞ്ചിനുള്ളിലേക്ക്, അതായത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത 22,000 22,800 എന്ന റേഞ്ചിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് കാണാനുള്ളത് അടുത്ത മെയിൻ 22,700 ഇന്ന് ക്ലോസ് ചെയ്തത്. ഇനി 22,600 500 ഒക്കെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് ഇനി കാണാനുള്ളത്. സോ എനിവേ നമുക്ക് 5 മിനിറ്റ് ചാർട്ടിലൊന്ന് നോക്കാം. നമ്മുടെ ട്രേഡ് പ്ലാനുകളെ കുറിച്ച് പറയുകയാണ്. നമ്മൾക്ക് ഒരു ട്രേഡ് പ്ലാനാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതായത് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് സെല്ലിംഗ് സൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ബൈയിങ് സൈഡ് ഒരു റീട്രേസ്മെൻറ്റ് ട്രേഡ് പോലെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ അതുപോലെ മാർക്കറ്റിൽ ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സ്പേക്ക് മൂവ്മെൻ്റ് ആണ്. അത് ഉടനെ തന്നെ ഒരു സെല്ലേഴ്സ് വന്നിട്ട് അത് റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. സോ അത്തരം മൂവ്മെൻറ്റുകളൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമേ അത്രയും മൂവ്മെൻറ്റുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ എനിവേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ആയത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയത് ചെറിയൊരു സെല്ലിംഗ് സൈഡാണ്. ഇന്ന് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയി ഗ്യാപ്പ് മാർക്കറ്റിന് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ കാണിച്ചിട്ട് ചെറിയൊരു കൺസോളിഡേഷൻ ബൈയിങ് സൈഡ് നമുക്ക് കുറച്ച് സമയം ബൈയിങ് സൈഡ് ഒരു കൺസോളിഡേഷൻ തന്നു. പിന്നെ ഒരു സ്പൈക്കായിട്ട് ബൈയിങ് മൂവ്മെൻറ്റ് കാണിച്ചു. പിന്നെ റിവേഴ്സ് ആയിട്ട് ഒരു സെല്ലിംഗ് സൈഡ് മാർക്കറ്റ് ലോ ആയിട്ട് 22,700 ക്ലോസ് ആയിട്ടുണ്ട്. എനിവേ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നാളെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ത്യ വിക്സ് 24 മുകളിൽ തന്നെയാണ് എപ്പോഴും ഉള്ളത്. എനിവേ അത് നാളെയും കൂടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഇനിയും എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയും ഒരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. കാരണം ഇത്രയും ലോ ആയത് ശ്രദ്ധിക്കുക. ഇനി മാർക്കറ്റ് 22,500 വരെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് റിസൾട്ട് വരുന്നതിന് മുമ്പ് 22,500 ഒക്കെ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. നാളത്തെ മാർക്കറ്റിൽ ഇന്ത്യ വിക്സ് കൂടുതലാണ്. അതുപോലെ ഇലക്ഷൻ്റെ സമയമാണ്. മറ്റന്നാൾ 1 തീയതി നമുക്ക് എക്സിറ്റ് പോൾ റിസൾട്ടൊക്കെ വരാനുണ്ട്. സോ വളറ്റൈൽ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിങ്ങൾ ചെറിയ ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് ഒഴിവാക്കുക. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഡയറക്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല ട്രേഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ FIA സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ 5,841 ക്രോറിൻ്റെ സെല്ലിംഗ് ആണ് FIA നടത്തിയത്. DIA വാങ്ങിയത് 5,233 ആണ് DIA വാങ്ങിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ചെറിയൊരു മൈനസ് ആയിട്ടേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും മാർക്കറ്റിൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഈ സമയത്ത് പുതിയ എന്തായിട്ടും ആളുകൾ ബൈയിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എല്ലാവരും മാക്സിമം പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത്
ഒരു സെക്യൂർ ആയിട്ട് ഇരിക്കുമായിരിക്കും. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിസൾട്ട് പോളിംഗ് ഇലക്ഷൻ്റെ ശേഷം വരികയാണെങ്കിൽ അതിൽ മാർക്കറ്റ് നല്ലൊരു ബൈയിങ് സൈഡിലേക്ക്, സെല്ലിങ് സൈഡ് നല്ലൊരു ഷാർപ്പ് മൂവ്മെൻ്റ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ മാർക്കറ്റ് റിക്കവറി ആയിട്ട് മാർക്കറ്റ് വീണ്ടും 23,000 തിരിച്ചു പോകാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നാളത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴും നല്ലൊരു സെല്ലിംഗ് സൈഡ് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം മാർക്കറ്റ് സെല്ലിംഗ് സൈഡൊക്കെ തന്നെയാണ് പോകുന്നത്. ഒരു ബൈയിങ് ആയിട്ട് മാർക്കറ്റിൽ ഇതുവരെ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇന്നത്തെ പോലെ ഒരു ബൈയിങ് സൈഡ് മൂവ്മെൻ്റ് ആണ് ഫസ്റ്റ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വീക്ക്നെസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാവുന്നതാണ്. പക്ഷെ അത് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ഈ സമയത്ത് നാളത്തെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച എക്സ്പയറി ഡേയിലാണ് മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ്, ഒരാളും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ട് ഒരു 23,000 ഒക്കെ ടച്ച് ചെയ്തത്. സോ അതുപോലെയുള്ള വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് എക്സ്പയറി ഡേ പ്രതീക്ഷിക്കാൻ പറ്റും. നാളത്തെ പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറി ഡേ പുതിയ പൊസിഷനൊന്നും ആരും എടുക്കാനുള്ള സാധ്യത കുറവാണ്. എല്ലാവരും അവരുടെ പൊസിഷനൊക്കെ ക്ലോസ് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കുക. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഇത്ര പറയാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.